EWS സംവരണത്തിനെതിരെ നടത്തുന്ന പ്രചാരണങ്ങൾ പ്രതിഷേധാർഹമെന്ന സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ VT ബൽറാം നടത്തിയ പ്രസ്താവന വാസ്തവവിരുദ്ധവും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണ്. സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്കായി 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന 10% EWS സംവരണം ഭരണഘടനാപരമായി ലഭിച്ച നീതിയാണെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പറഞ്ഞു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നും ചേരുന്നു. ആൻമരിയ, വിശദാംശങ്ങൾ പറയും. കേരളത്തിലെ മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് വന്ന ഉടൻ തന്നെ സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്കുള്ള EWS സംഭരണത്തിനെതിരെ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. ഈ പ്രസ്താവന വാസ്തവവിരുദ്ധവും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണെന്നാണ് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനവും ഇവർ നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ EWS സംഭരണത്തിലൂടെ മുന്നാക്ക ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ MBBS സീറ്റുകൾ അനർഹമായി നേടിയെന്നായിരുന്നു VT ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്നും ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്കായി 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന 10% EWS സംഭരണം ഭരണഘടന ലഭിച്ച നീതിയാണ് എന്നും ഇത് ആ നീതിക്കെതിരെയായിരുന്നു അതിന്റെ പ്രസ്താവന എന്നും അടക്കം ഇതിനകത്ത് പറയുന്നുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ സംഭരണത്തിന്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾക്കെതിരെ പൊതുമനസാക്ഷി ഉണരണമെന്നും ഇതിനകത്ത് കുറിക്കുന്നുണ്ട്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.